ഞാൻ പുറത്തിരുന്ന് നമ്മളുടെ അടുത്ത വീഡിയോയുടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, പുറത്തൊക്കെ നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്തപ്പം നമ്മൾ ഇൻസ്റ്റയിൽ എന്താ പറയുക, ചില വീഡിയോസ് ഉണ്ടല്ലോ ഈ മഴയത്തൂടെ ഇറക്കണം, അല്ല എന്താ പറയുക, ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഈ മഴയത്തെടുത്ത വീഡിയോസിൽ ഒരു ഡാർക്ക് മൂഡ് കളർ ഗ്രേഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ചില വീഡിയോസിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ആ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണം എന്നെനിക്ക് തോന്നിയ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത്തരം മഴ ടൈം ആയതുകൊണ്ട് മഴയുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എഡിറ്റിംഗ് ആണ്. അതായത് കളർ ഗ്രേഡിങ്, ക്യാപ്കട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ റീൽസ് വീഡിയോസിലൊക്കെ ഒരു മൂടി ആയിട്ടുള്ള കളർ ഗ്രേഡിങ്, അതായത് ഈ ഡാർക്ക് മഴ പെയ്യുന്ന തരം വീഡിയോസിൽ, റെയിനി വീഡിയോസിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കളർ ഗ്രേഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഡ്രസ്സ് പോലും മാറ്റാതെ അതുപോലെ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ചെയ്തതാണ്. അപ്പം എനിക്കും കുറച്ചും കൂടി ഒന്ന് റിയൽ ആവണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ എന്താ വന്നിരുന്നത് പറയാതെ കുറച്ചും കൂടി ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എന്നെ സപ്പോർട്ട് തന്നാൽ എനിക്ക് മനസ്സിലാവുമ്പോൾ ഞാൻ അതനുസരിച്ച് നിൽക്കാം. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയണ്ട. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദ് N Nizar. ലെറ്റ്സ് ഇൻട്രോ. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. അപ്പോൾ അതിനായിട്ട് CapCut ഓപ്പൺ ചെയ്ത് നമ്മളൊരു ക്ലിപ്പ് തന്നെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഇത് സെലക്ട് ചെയ്തിട്ട് താഴെ നമ്മളെ എല്ലാ ടൂൾസും ഇവിടെ കിടപ്പുണ്ട്. അതിനകത്ത് നിന്ന് നമ്മൾ ഈ അഡ്ജസ്റ്റ് എന്നുള്ള ഈ ടൂൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽറ്ററൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, ഞാൻ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ടൂൾസ് ഒരുപാടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് കർവ് ഉണ്ട്, അതുപോലെ തന്നെ HSL ഉണ്ട്, ഷാർപ്പൻ ഉണ്ട്. ഈ പറയുന്ന എല്ലാം ഒരു ആപ്ലിക്കേഷനകത്ത് വരിക എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആപ്ലിക്കേഷൻസിലേ അങ്ങനെ കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പിനെ നമ്മൾ കറക്റ്റ് നല്ലൊരു ഫ്രെയിം പിടിച്ച് വയ്ക്കുക. നല്ലൊരു ഫ്രെയിം പിടിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ലൈറ്റിംഗ് കറക്റ്റ് ആക്കണം. ലൈറ്റിംഗ് ഇപ്പോൾ ഇത് പല രീതി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമ്മൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക, എന്നിട്ട് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഷാഡോ എടുക്കുക, ഷാഡോ കുറച്ച് കയറ്റി കൊടുക്കുക കേട്ടോ, കുറച്ച് കൂട്ടി കൊടുക്കുക. ഞാൻ ചെയ്യുന്ന എല്ലാ എമൗണ്ട്സും നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ക്ലിപ്പ് അനുസരിച്ച് മാറും. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് എക്സ്പോഷർ ഫുള്ള് കുറച്ചു, അത് കഴിഞ്ഞ് ഷാഡോ കുറച്ച് കൂട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കർവ് എടുക്കുകയാണ്. ഇതിനകത്ത് RGB കർവാണ്. അതിനകത്ത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കർവ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു പാർട്ടാണ് നമ്മുടെ ഷാഡോ എന്ന് പറയുന്നത്. അവിടെ ജസ്റ്റ് നമ്മൾ താഴേക്ക് പിടിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അതൊരു പൊടിക്ക നമ്മളിങ്ങനെ എന്താ പറയുക, ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു രീതിയിൽ എടുത്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷാഡോരെ ഈ താഴെ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇവിടെ ഷാഡോരെ ഈ ഒരു കർവിൻ്റെ ഈ ഒരു ലൈൻ കുറച്ചൊന്ന് ഉയർത്തി വയ്ക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ മൂടി ലുക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു മൂടി ഇത് കിട്ടിയിട്ടുണ്ട്. ബിഫോർ ആഫ്റ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ലൈറ്റിംഗ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്തെന്ന് വെച്ചാൽ ലൈറ്റ് വരുന്നതിൻ്റെ ഇതനുസരിച്ചാണ് കേട്ടോ അത് അപ്ലൈ ആയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു ഇത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തേക്ക് കളർ ഗ്രേഡിങ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ HSL എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ എടുക്കുക. നമ്മൾ ലൈറ്റ് റൂമൊക്കെ ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ്. അതിനകത്ത് ഞാൻ ഈ ഇങ്ങേറ്റത്ത് പിങ്ക് തൊട്ട് ഫുൾ സാറ്റുറേഷൻ കട്ട് ചെയ്യാണ് കേട്ടോ. അതുപോലെ തന്നെ വയലറ്റിൻ്റെ കട്ട് ചെയ്യാണ്, ബ്ലൂവിൻ്റെതും ഒരു കുറച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. കാരണം ആ സ്കൈയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്യാൻ, ഈ ഒരു കളറ് ഇതൊക്കെ കട്ട് ചെയ്യുക. ഗ്രീനും യെല്ലോയും ഓറഞ്ചും അവിടെ എന്താ പറയുക, അതൊന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് റെഡും കട്ട് ചെയ്യുക ഫുള്ളും. എന്നിട്ട് ഗ്രീനിലേക്ക് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഹ്യൂ നമ്മൾ ഈ ഒരു
ഭാഗത്തേക്ക് കയറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സാറ്റുറേഷൻ ഈ കാണുന്ന പോലെ ഒരു കുറച്ച് കൊടുക്കുക. ഈ ഒരു ലെവലിലേക്ക് ഒന്ന് കുറച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലെ ലൂമിനൻസ് ഉണ്ടല്ലോ, ഈ ലൂമിനൻസും കുറച്ച് കൊടുക്കുക. ഓക്കെ, അടുത്തത് യെല്ലോയിലേക്ക് വരിക. യെല്ലോ ഈ ഹ്യൂ ഒന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി നോക്കുക. ഹ്യൂ എനിക്കിപ്പോൾ എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷനും ഈ ഒരു ലെവലിൽ കുറയ്ക്കുക. ലൂമിനൻസും അതുപോലെ തന്നെ കുറയ്ക്കുക. അടുത്തത് നമ്മൾ ഓറഞ്ചാണ്. ഓറഞ്ച് ജസ്റ്റ് ഒന്ന് സാറ്റുറേഷൻ കൂട്ടി നോക്കുക. അത് ഓരോ വീഡിയോ ക്ലിപ്പ് അനുസരിച്ച് വരും. എനിക്കിപ്പോൾ കുറച്ചൊന്ന് കൂട്ടിയിട്ട് ഹ്യൂ സ്ലൈഡർ നമ്മളിങ്ങനെ ആക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട് കിട്ടും വരെ. ഓക്കെ റെഡിയായി. അത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് നമ്മളുടെ എന്താ പറയുക ക്യാമറ ലെൻസിലേക്ക് അടിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ഡെപ്ത് കിട്ടാത്തത്. ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ച ഡെപ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ വീഡിയോ ലൈറ്റിംഗ് ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കളർ ഗ്രേഡിങ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ബിഫോർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കളർ ഗ്രേഡിങ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിനകത്ത് നമ്മൾ നേരത്തെ ഷാഡോ നമ്മൾ കുറച്ച് വെച്ചില്ലേ, ആ ഒരു ഷാഡോ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ കുറച്ചല്ല കൂട്ടി വെച്ചിരുന്നു ആ കൂട്ടി വെച്ചിരുന്ന ജസ്റ്റ് ഒന്ന് നമ്മൾ നോർമലിലേക്ക് ആക്കി കൊടുക്കുക. നോർമലിലേക്ക് ഒന്നാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ വിങ്യറ്റ് എന്ന് പറയുന്ന സാധനം ജസ്റ്റ് നമ്മുടെ എഡ്ജ് ഒന്ന് കവർ ചെയ്യുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെ ഇരുന്ന ഒരു നോർമലായിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പാണിത്. ഇതിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു മൂഡി ലുക്കുള്ളൊരു വീഡിയോ ക്ലിപ്പാക്കി മാറ്റിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ വേണം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ചെയ്തതാണ്. ആ ലീവ്സിൻ്റെ ഇലയിലെ ഒരു ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഒരു ഡേ ലൈറ്റിലെടുത്ത ഒരു സാധനം അത്യാവശ്യം എന്താ പറയുക ഡാർക്ക് ആംബിയൻസിലേക്ക് മാറി. ഇത് ഒരുപാട് ഡാർക്ക് ആക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലൈറ്റ് സോഴ്സ് ഉള്ളൊരു ടൈമിൽ എടുത്തൊരു വീഡിയോ ക്ലിപ്പാണ്. നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു ഈവനിങ് ടൈം മഴയുടെ ഈ കാർമേഘമൊക്കെ ഒന്ന് ഇരുണ്ട് നിൽക്കുന്ന ആ ടൈമിൽ എടുത്തിട്ട് സെയിം ഒരു ഫിൽറ്റർ ഒന്ന് അപ്ലൈ ചെയ്ത്, ഫിൽറ്റർ മീൻസ് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഇതുപോലൊരു കളർ ഗ്രേഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് CapCut ഞാൻ യൂസ് ചെയ്തത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് HSL ഉള്ള ഏതൊരു ആപ്ലിക്കേഷനും യൂസ് ചെയ്ത് ഇതേ മെത്തേഡ് ചെയ്യാൻ പറ്റും. ഇത് ഫോട്ടോസിലും ചെയ്യാൻ പറ്റും, നേരെ മറിച്ച് വീഡിയോസിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു ഇടിവെട്ട് വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷദ് N Nizar. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് നിങ്ങൾ ചെയ്യണം. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താലേ നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലൈക്കും കൂടി ചെയ്യുക. മാക്സിമം നിങ്ങൾ ആ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് N Nizar. രണ്ടാമത്തെ തവണയാണല്ലേ Anshad N Nizar.